അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ഇവിടെ നമ്മൾ കുറേ മുമ്പ് ഇവിടുന്ന് സംസാരിച്ചാണ്. കുറേ മുമ്പ് നമ്മൾ ഓർഫൻ കെയറിലൊരു കുട്ടി, മാനസിക രോഗിയായ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഈ ഒരു മാനസിക അസ്വസ്ഥത ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാതെ ആ കുട്ടീനെ ഉപദ്രവിക്കുന്ന അതിൻ്റെ കുടുംബക്കാർ, ഈ ഉമ്മയും കുട്ടിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടുന്ന് ബിസ്മിന്ന് കൃത്യമായ ഇടപെടലുകൾ, ബഷറാക്ക കുട്ടീനെ ഒരുപാട് കൗൺസിലിംഗ് ചെയ്തും പിന്നെ ആ കുടുംബത്തിന് അമ്മക്ക് അതിൻ്റെ സപ്പോർട്ട് കൊടുത്തൊക്കെ ആയ കുട്ടീനെ വളർത്തി ആ കുട്ടി നല്ല രീതിയിൽ വളർന്ന് പിന്നെ സൊസൈറ്റിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് ആ കുട്ടി മാറി. കൃത്യമായ ഇടപെടലുകൾ കാരണം ആ കുട്ടി സൊസൈറ്റിയിൽ ഒരു വ്യക്തിയായിട്ട്, ഒരു അസ്തിത്വമുള്ളൊരു വ്യക്തിയായിട്ട് ആ കുട്ടി മാറി. ഒരിക്കൽ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഷാഖാൻ്റെ അടുത്തേക്ക് പോയിട്ട് അവന് ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തിട്ട് പൈസ ഇട്ട് കൊടുത്തിട്ട് ഷാഖ ഒരിക്കൽ ഇവിടുന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിന് റൈമിനെ ആരോ വിളിച്ചിട്ട് റെസീറ്റ് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ, അല്ലോ ഷാഖ, ഇന്നെ പോലുള്ള ആൾക്കാർ നിങ്ങൾ നോക്കിയത് റെസീറ്റും ബില്ലൊന്നും ഇല്ലാതല്ലേ, എനിക്കിതിന് റെസീറ്റൊന്നും വേണ്ട എന്ന് പറയാൻ മാത്രമുള്ള ഒരു ആർജവം ആ കുട്ടിക്ക് ഉണ്ടായി എന്നുള്ള. അതുപോലുള്ള ഒരുപാട് അനുഭവം. ഒരിക്കൽ മറ്റൊരു അനുഭവം കൂടി പറയുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നത് ബിസ്മി ഒരു 10,000-ത്തിലധികം കുടുംബങ്ങളെ നോക്കിയിട്ടുണ്ട്. 10,000-കണക്കിന് കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, നോക്കിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് അതിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കുടുംബം, ആ കുടുംബത്തെ നോക്കാൻ വേണ്ടി നന്നായി നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു രോഗിനെയും കൊണ്ട് ഒരു ഡോക്ടറെ കാണാൻ പോയത്. അപ്പോൾ ഞാനുണ്ട്, ആ രോഗിയും അയാളെ ഭാര്യയുണ്ട്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളെ പേര് വിളിച്ചപ്പോൾ ചെന്നു. പല ഹൈറ്റുള്ള ഒരു താടി വെച്ചൊരു ഡോക്ടർ വന്ന് എന്നെ കണ്ടത് ഈ ഡോക്ടർ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് സലാം പറഞ്ഞ്, അയാൾക്ക് എൻ്റെ മുന്നിൽ ഇരിക്കാൻ പറ്റാത്ത അത്രയും ഭവ്യത. അപ്പം ഞാനാകെ ബേജാറ്, ഇത് ആരാ? അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു പരിചയമില്ല കണ്ടിട്ട്. നോക്കുമ്പോഴാണ് ആ കുട്ടിയാണത്. ആ കുട്ടി വന്ന് ഡോക്ടറായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പരിശോധിക്കുകയാണ്. വളരെ മാന്യമായി പെരുമാറിയിട്ട് പിന്നെ നല്ല രീതിയിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്ന് വളരെ ലോജിക്കായിട്ട് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് എനിക്കത് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കി. ഒരു നല്ലൊരു എന്താ പറയുക, ഒരു അച്ചടക്കം ഫീൽ ചെയ്ത്. ഞാൻ പറയുന്നത്, പരലോകത്താണ് പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നൽകുക എന്നുണ്ടെങ്കിലും ഇവിടുന്ന് തന്നെ നമുക്ക് സന്തോഷകരമായ ചില അനുഭവങ്ങൾ അള്ളാഹു കാണിച്ചു തരും. പക്ഷേ അള്ളാഹു ഇപ്പം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് ചെയ്തതിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് പരലോകത്ത് തന്നെയാണ്. നന്മ ചെയ്താൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ നമ്മുടെ മനസ്സിന് ചിന്തിക്കാൻ പറ്റാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് വിജയം. പക്ഷേ ഇവിടുന്നും നമുക്ക് കൺകുളിർമ നൽകുന്ന അനുഭവങ്ങൾ അള്ളാഹു നൽകും. അതുപോലെ തന്നെയാണ് തിരിച്ചും തിന്മ ചെയ്യുന്നവരെ, ഈ സത്യനിഷേധികളും ധിക്കാരികളും ഇങ്ങനെ ഇവിടുന്ന് എന്താ പറയുക, അന്തം വിട്ടിട്ട് ഇങ്ങനെ അവരിങ്ങനെ പൊളഞ്ഞ് നടക്കണ കാണുമ്പോൾ എന്താണ് അള്ളാഹു ഇതിൽ ഇടപെടാതിരിക്കുന്നത് നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അള്ളാഹു അവരെങ്ങനെ വിടുന്നത്, അവർ മാക്സിമം പൊളയട്ടെ, അവസാനം അവരെ പിടുത്തം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിൽ പറഞ്ഞല്ലോ, അല്ലദീന തഔഫിൽ ബിലാദ് ഫക്സറു ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അവരിങ്ങനെ നഗരങ്ങൾ, ഭൂമിയിൽ അവരിങ്ങനെ രാജ്യങ്ങളിൽ അവരിങ്ങനെ കുഴപ്പമുണ്ടാക്കി അതിര് വിട്ട് പോകുമ്പോൾ, അവർ ഫസാദ് വർദ്ധിപ്പിക്കുമ്പോൾ അള്ളാഹു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അള്ളാഹു മിർസാദിലാണ്, അള്ളാഹു പതിസ്ഥാനത്ത് പതിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ മിർസാദിലാണ്. മിർസാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മുമ്പ് നമ്മൾ ചർച്ച ചെയ്താണ്. ഈ ഏറുമാടെന്നാണ് അറബി വാക്കിൽ അതിൻ്റെ അർത്ഥം. ഏറുമാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൃഷി നശിപ്പിക്കാൻ വരുന്ന ജീവികളെ നോക്കിയിട്ട് കാവലായിട്ട് ഏറുമാടത്തിലിരിക്കും കർഷകർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ദൂരം തന്നെ അവരിങ്ങനെ ഈ ജീവികൾ, ഈ മൃഗങ്ങൾ വരുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. അവർ തൊട്ടടുത്തെത്തുന്നവരെ വെയിറ്റ് ചെയ്ത് തൊട്ടടുത്ത് വളരെ കൃത്യമായി ഉന്നം പിടിക്കുന്ന ദൂരത്തിലെത്തുമ്പോൾ അവരെ വെടിവെച്ച് തല്ലിടാം, അല്ലെങ്കിൽ അമ്പയിൽ തല്ലിടാൻ പറ്റും. അപ്പോൾ അള്ളാഹു മിർസാദിലാണ്. ഈ നിഷേധികളും നന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തും പൊളഞ്ഞു നടക്കുമ്പോൾ അള്ളാഹു അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹ് ഇന്ന റബ്ബക്കലബിൽ മിർസോ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഈ സത്യനിഷേധികൾ പൊളയുന്നത് മാത്രമല്ല, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അള്ളാഹു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. ചില വാക്കുകൾ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ചില നന്മക്ക് നമ്മൾ എതിര് നിൽക്കുമ്പോൾ, അതാരാണെങ്കിലും അള്ളാഹു അത് നോട്ട് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. നമ്മൾ എത്ര
കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം നന്മയുടെ ഒരു മുന്നേറ്റത്തിന് നമ്മളെക്കൊണ്ട് എതിര് നിൽക്കാൻ പാടില്ല. ഒരു നന്മയുടെ എന്തെങ്കിലും പ്രവർത്തനം വരുമ്പോൾ നമ്മളായിട്ട് അത് നശിപ്പിക്കാൻ പാടില്ല, നമ്മളായിട്ട് അതിന് തടയിടാൻ പാടില്ല. അതിന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കഴിവിൻ്റെ പരമാവധി നന്മ ചെയ്യുക, കഴിവിൻ്റെ പരമാവധി തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാരണം ഒരു തിന്മ ഭൂലോകത്ത് ഉടലെടുക്കാൻ പാടില്ല. നമ്മൾ കാരണം ഒരു നന്മ ഇവിടുന്ന് നശിച്ചു പോകാൻ, അല്ലെങ്കിൽ ഒരു നന്മക്ക് എതിര് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ വാക്കിലും ഓരോരുത്തരുടെ സംസാരത്തിലും പ്രവർത്തനത്തിലൊക്കെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം, താഴെ രജിസ്ട്രേഷൻ്റെ റൂമിൽ വരുന്ന ആൾക്കാരുടെ അവിടെ വരുന്ന കണ്ണീര് രണ്ട് രീതിയിലാണ്. ഒന്ന് അവരുടെ വിഷമം കൊണ്ട്, സങ്കടം കൊണ്ട് കണ്ണീര് വരും. ചിലപ്പോൾ അതിൽ വിസ്മീന്നെടുത്ത ചില തീരുമാനങ്ങൾ കൊണ്ട് അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരും വീഴലുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ എല്ലാവരുടെ കാര്യങ്ങളും ഇടപെടാൻ എല്ലാവർക്കും ഒരു പക്ഷേ സാധിച്ചില്ല എന്ന് വരും. ഇപ്പോൾ ആ റൂമിൽ ഇരുന്നിട്ട് രജിസ്ട്രേഷനിൽ അല്ലെങ്കിൽ പുതിയത് വരുന്ന ഒരാളെ അറ്റൻഡ് ചെയ്യാൻ ഒരു പക്ഷേ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. പക്ഷേ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിന്ന് ഓരോരുത്തരും ഓരോ റോൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് മുന്നോട്ട് പോവുക. വലിയ ദാലിക്കൽ യൗമുൽ ഹക്ക് ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി മആബ. ആ ഒരു ദിവസം സത്യമാണ്, അള്ളാഹു പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് വേണ്ടവർ, അവിടെ രക്ഷപ്പെടാൻ വേണ്ടവർ ഒരു മആബ്, ഒരു സങ്കേതം കണ്ടെത്തിക്കൊള്ളട്ടെ. നമ്മൾ കണ്ടെത്തിയൊരു സങ്കേതമാണിത്. അപ്പോൾ ഈ സങ്കേതത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അത് പല രീതിയിലായിരിക്കാം. അവിടെ ഒരു ഭാഗത്ത് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് അത് എഴുതി വെക്കുന്നുണ്ടാകും. അങ്ങനെ ഓരോരോ അക്കൗണ്ട്സ് നോക്കുന്നുണ്ടാകും. എല്ലാ കാര്യങ്ങളും ഒത്തുചേരുമ്പോഴാണ്, കഴിഞ്ഞ ആഴ്ച ഷെരീഫ് പറഞ്ഞതുപോലെ, ഓരോ കാര്യങ്ങളിലും ഓരോരുത്തരും ഇടപെടുമ്പോഴാണ് ഇത് നല്ല നിലക്ക് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ നിലപാടുകൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെക്കൊണ്ട് ഒരു ഭൂമിയിലൊരു നന്മ തടസ്സപ്പെടാൻ പാടില്ല. നമ്മളെക്കൊണ്ട് ഒരാൾ വിഷമിക്കാൻ പാടില്ല. എല്ലാവർക്കും അത്താണിയായിട്ട് മാറാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ നേരത്തെ ബഷീറാക്ക ഇവിടെ ഷെയർ ചെയ്ത കുറേ അനുഭവങ്ങൾ, അവരൊക്കെ അള്ളാഹു പരീക്ഷിച്ചു ഇങ്ങനത്തെ. പക്ഷേ നമുക്ക് കിട്ടിയ പരീക്ഷണം, നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് ലഭിച്ച പരീക്ഷണങ്ങളെ പറ്റി നമ്മൾ ബോധവാന്മാരല്ല. ഒരു കുട്ടി ഇതുപോലെ ഉണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ കേസ് പോലുള്ള ഒരൊറ്റ കുട്ടി ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ തന്നെ ആ കുടുംബത്തിന് കംപ്ലീറ്റ് ഇത് മാറിപ്പോയി, അതിൻ്റെ ജീവിത വ്യവസ്ഥ തന്നെ മാറിപ്പോവും. അപ്പോൾ ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്നതിനപ്പുറം സമാധാനത്തിൽ ജീവിക്കാനുള്ള ഒരു പരിതസ്ഥിതി ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ചെയ്തെന്ന വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് നിമിഷമാണ് നമുക്ക് ഈ പ്രവർത്തനത്തിനുള്ള അവസരങ്ങൾ തീർന്നു പോകാമെന്നറിയില്ല. മരണമാകാം, ആരോഗ്യം നശിക്കലാവാം, അവസരങ്ങൾ നഷ്ടപ്പെടലാവാം, എന്തും വരാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കിട്ടുന്ന സാഹചര്യങ്ങൾ, കിട്ടുന്ന അവസരങ്ങൾ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് നമ്മൾ ആ ബഷീറാക്ക പണ്ട് എഴുതിയൊരു വസിയത്തിൽ എഴുതിയതുപോലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ആരാധനാകർമ്മങ്ങളായിക്കോട്ടെ, അള്ളാഹുവിനെ സ്മരിക്കുന്നതായിക്കോട്ടെ, നമ്മുടെ നമസ്കാരം, എല്ലാ കാര്യങ്ങളും നമ്മൾ അതേപോലെ തന്നെ സൂക്ഷ്മത പുലർത്താൻ ശ്രമിക്കുക. സുബീൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഖൈറാണ് എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞതല്ല, കളവ് പറയാത്ത പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റേതായ അർത്ഥത്തിൽ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ കൺകുളിർമയുള്ള അനുഭവങ്ങൾ ലഭിക്കും. അതുപോലെ പരലോകത്ത് അതിനേക്കാൾ മഹത്തായ അനുഗ്രഹങ്ങൾ ലഭിക്കും. അള്ളാഹു നമ്മളെല്ലാവരെയും ആ രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. എല്ലാവരെയും ഒരുമിച്ച് അള്ളാഹു വലിയൊരു സമൂഹമായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ ഈ കൂടിച്ചേരലുകളും ഈ പ്രവർത്തനങ്ങളും ഈ സംസാരവും എല്ലാം അള്ളാഹു സാലിഹ അമലായി സ്വീകരിക്കുകയും നമ്മളെല്ലാവരെയും അതിൻ്റെ പ്രിയപ്പെട്ട അടിയാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.